ഗതാഗത പ്രശ്നം രൂക്ഷമായ ദേശീയപാത വെങ്ങളം അഴിയൂർ റീച്ചിൽ സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ. ദേശീയപാത പ്രവൃത്തി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പരിശോധിച്ചു. ദേശീയപാത വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള റീച്ചിലാണ് നിർമ്മാണ പ്രവൃത്തി മെല്ലെ എഴിയുന്നത്. വലിയ ഗതാഗത പ്രശ്നം ഉൾപ്പെടെ പലയിടങ്ങളിലും ജനകീയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ വെങ്ങളം അഴിയൂർ റീച്ചിൽ പരിശോധന നടത്തിയത്. പ്രധാന ജംഗ്ഷനുകളിലെ സർവീസ് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കി ഗതാഗതം സുഗമമാക്കുമെന്ന് സന്ദർശനത്തിനു ശേഷം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. നന്ദി ജംഗ്ഷൻ, തിക്കോടി അയ്യപ്പൻ ടെമ്പിൾ അപ്രോച്ച് റോഡ്, പയ്യോളി, വടകര ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സർവീസ് റോഡുകൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കും. കൊയിലാണ്ടി ബൈപ്പാസ് നവംബറോടെ പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു നൽകും. ചെങ്ങോട്ടുകാവ് പൊയിൽക്കാവ് സർവീസ് റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കുമെന്നും ഇതുവഴിയുള്ള പ്രധാന പാത 2 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പ്രധാന പാത 1 മാസത്തിനകം തുറന്നു നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നന്ദി ജംഗ്ഷനിലെ അപ്രോച്ച് റോഡ് ടാറിംഗ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കും. നിലവിൽ വെങ്ങളം അഴിയൂർ റീച്ചിലെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ മുൻപോട്ടു പോകുന്നുണ്ടെന്നും തൊഴിലാളികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായും ജില്ലാ കലക്ടർ പറഞ്ഞു. മഴ സീസൺ കഴിയുന്നതോടെ പ്രവൃത്തിയിൽ നല്ല പുരോഗതിയുണ്ടാകും എന്നതാണ് വിലയിരുത്തൽ. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ പ്രശാന്ത് ദുബെ, സൈറ്റ് എഞ്ചിനീയർ രാജ് സി പാൽ തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥർ കലക്ടറുടെ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.